നമസ്കാരം. മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് മലയാളികളെ ഏറ്റവും ലളിതമായി ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ ഒരുക്കുന്ന ബെറ്റർ ഇംഗ്ലീഷ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 21 വർഷം ഇംഗ്ലീഷ് പഠിപ്പിച്ചതിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ആത്മവിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്യാരൻറ്റി നൽകുന്നത്. ഏറ്റവും ലളിതമായ രീതിയിലാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക. രണ്ടാമതായി, ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നിങ്ങൾ ഇംഗ്ലീഷ് സ്വായത്തമാക്കുവാൻ പോകുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വാക്കുകൾക്ക് വൊക്കാബുലറി, വ്യാകരണത്തിന് ഗ്രാമർ, ഉച്ചാരണത്തിന് പ്രൊനൗൺസിയേഷൻ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാറുള്ള അപാകത മനസ്സിലാക്കിക്കൊണ്ട് മലയാളികളെ മറ്റ് സംസ്ഥാനത്തിലുള്ളവർ പരിഹസിക്കാറുണ്ട്. മലയാളി ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയുമ്പോൾ പല വാക്കുകളുടെയും കൂടെ ചന്ദ്രക്കലയുണ്ടാവും. ഉദാഹരണമായി, നിൻ്റെ അച്ഛന് എന്താണ് ജോലി? ചന്ദ്രക്കല വെച്ചിട്ടുള്ള ഇംഗ്ലീഷ് തർജ്ജമ ഇങ്ങനെയാണ്: വാട്ട് ഈസ് യുവർ ഫാദർ? എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. മൈ ഫാദർ ഈസ് ഫാർമർ. നിൻ്റെ സഹോദരൻ എവിടെയാണ്? വേർ ഈസ് യുവർ ബ്രദർ? എൻ്റെ സഹോദരൻ വിദേശത്താണ്. മൈ ബ്രദർ ഈസ് അബ്രോഡ്. ഇങ്ങനെയുള്ള ഉച്ചാരണ പോരായ്മകൾ തിരുത്തിക്കൊണ്ടുള്ള പരിശീലനമാണ് നിങ്ങൾക്ക് ഓരോ എപ്പിസോഡിലും ലഭിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിഗണിക്കുന്നത് ഏറ്റവും ആദ്യത്തെ സഹായക്രിയയാണ് ആം. AM. ആമിൻ്റെ അർത്ഥം ആണ്. ആമിനോടൊപ്പം പോകുന്ന സബ്ജക്റ്റ് എപ്പോഴും ഐ മാത്രമാണ്. മൂന്നാമതായിട്ട്, ആമിനോടൊപ്പം പോകുന്ന സമയ വാക്ക് നൗ മാത്രമാണ്, ഇപ്പോൾ. ഉദാഹരണമെടുക്കാം. ഞാൻ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. ഇതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? സബ്ജക്റ്റ് പ്ലസ്, അതായത് ഐ ആം പ്ലസ് എ അല്ലെങ്കിൽ ആൻ പ്ലസ് നൗൺ. നൗൺ ഉപയോഗിച്ചുള്ള വാചകങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ രൂപീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് നൗൺ? ഒരു വസ്തുവിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ അവസ്ഥ അല്ലെങ്കിൽ പേര്, അതാണ് നൗൺ, നാമം. ഉദാഹരണമായിട്ട് ഈ എപ്പിസോഡിൽ ഉപയോഗിക്കാൻ പോകുന്ന നൗൺസ്, നാമങ്ങൾ ഇവയാണ്: ഏത്തയിസ്റ്റ്, നിരീശ്വരവാദി; വിശ്വാസി, ബിലീവർ; ബാച്ചിലർ, അവിവാഹിതൻ; സ്പിൻസ്റ്റർ, അവിവാഹിത; ഡ്രങ്കഡ്, മദ്യപാനി; ആൽക്കഹോളിക്, മദ്യ അടിമ;
മെയ്സൺ കല്ലാശാരി, കാർപ്പൻ്റർ ആശാരി, കൂലിപ്പണിക്കാരൻ കൂലി. ഇംഗ്ലീഷിൽ നൗൺ ഏകവചനമായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു എന്നർത്ഥത്തിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. മലയാളത്തിൽ ഞാൻ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണെന്ന് മാത്രമാണ് പറയാറുള്ളത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ ഞാൻ ഒരു ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ് എന്ന് കുറിക്കണം, പറയണം. ഐ ആം ആൻ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് നൗ. എപ്പോഴാണ് ആൻ ഉപയോഗിക്കേണ്ടത്? നൗൺ തുടങ്ങുന്നത് എ, ഇ, ഐ, ഒ, യു ആണെങ്കിൽ വവ്വൽസിന് മുൻപ് ആൻ. വവ്വൽസ് അല്ലാതെ കോൺസണൻസിന് മുൻപാണെങ്കിൽ എ. ഉദാഹരണം, ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ഐ ആം എ ബിസിനസ് മാൻ. അവിടെ ആൻ ഉപയോഗിക്കാനുള്ള കാരണം ആർട്ടിസ്റ്റ് തുടങ്ങുന്നത് വവ്വലിലാണ്. ഈ രണ്ടാമത്തെ ഉദാഹരണത്തിൽ എ ഉപയോഗിക്കാനായിട്ടുള്ള കാരണം ബിസിനസ് മാൻ എന്ന വാക്ക് തുടങ്ങുന്നത് ബിയിലാണ്, കോൺസണൻറ്റ്. ഈ വിശദീകരണത്തോടെ ഈ എപ്പിസോഡിൽ നമ്മൾ രൂപീകരിക്കാൻ പോകുന്ന ആം സബ്ജക്റ്റ് വാചകത്തിൻ്റെ ഫോർമുല, സൂത്രവാക്യം ഇതാണ്: ഐ ആം പ്ലസ് എ അല്ലെങ്കിൽ ആൻ പ്ലസ് സിംഗുലർ ഓബ്ജക്റ്റ്, സിംഗുലർ നൗൺ പ്ലസ് ടൈം വേർഡ് നൗ, ഇപ്പോൾ. ഞാൻ ഒരു വീട്ടുകാര്യസ്ഥയാണ്. വീട്ടുകാര്യസ്ഥ എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹോം മേക്കർ എന്നാണ്. ഐ ആം എ ഹോം മേക്കർ. ഇതിൻ്റെ വാചകത്തിനെ എങ്ങനെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ബ്രേക്ക് ചെയ്യണം? ഓക്സിലറിക്ക് ശേഷം ഒന്നാമത്തെ ബ്രേക്ക് ഐ ആം. രണ്ടാമത് എ ഹോം മേക്കർ, സമയവാക്ക് ഏറ്റവും അവസാനം. ഐ ആം എ ഹോം മേക്കർ നൗ. ഐ ആം ആൻ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് നൗ. ഇനി നാം നേരത്തെ പറഞ്ഞ ഓരോ നൗണും ഉപയോഗിച്ച് ഈ സൂത്രവാക്യം അപ്ലൈ ചെയ്ത് നമുക്ക് വാചകം രൂപീകരിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ചിന്തിച്ച് പറയുക, എഴുതുക. ഞാൻ നിരീശ്വരവാദിയാണ്. ഐ ആം ആൻ എത്തീസ്റ്റ് നൗ. ഐ ആം ആൻ എത്തീസ്റ്റ് നൗ. ആൻ ഉപയോഗിക്കാനുള്ള കാരണം എത്തീസ്റ്റ്, എ. രണ്ടാമത്തേത് ഈശ്വരവിശ്വാസി, ബിലീവർ. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. ഐ ആം എ ബിലീവർ നൗ. മൂന്നാമത്തേത് ഞാൻ അവിവാഹിതനാണ്, ബാച്ചിലർ. ഐ ആം എ ബാച്ചിലർ നൗ. ഞാൻ അവിവാഹിതയാണ്, സ്പിൻസ്റ്റർ. ഐ ആം എ സ്പിൻസ്റ്റർ നൗ. ഞാൻ മദ്യപാനിയാണ്. ഐ ആം എ ഡ്രങ്കഡ് നൗ. ഞാൻ മദ്യ അടിമയാണ്, ആൽക്കഹോളിക്. ഐ ആം ആൻ ആൽക്കഹോളിക് നൗ. അടുത്തത് ആശാരി. ഞാൻ ആശാരിയാണ്. ഐ ആം
എ കാർപ്പൻ്റർ? നോ. ഞാൻ കല്ലാശാരിയാണ്. ഐ ആം എ മേസൺ? നൗ. ഞാൻ കൂലിപ്പണിക്കാരനാണ്. ഐ ആം എ കൂലി? നൗ. ഇനി വീണ്ടും കുറച്ചുകൂടി ഇംഗ്ലീഷ് വാക്കുകൾ സ്വായത്തമാക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് 5 മലയാള വാക്കുകൾ തരികയാണ്. നൗൺസ്. 1 വ്യാപാരി. ഇംഗ്ലീഷ് വാക്ക് മെർച്ചൻ്റ്. 2 വർഗീയവാദി, ഫണ്ടമെൻ്റലിസ്റ്റ്. 3 രക്തസാക്ഷി, മാർട്ടർ. ഉച്ചാരണം മാർട്ടർ. 4 ചെരുപ്പുകുത്തി, കോബ്ലർ. 5 കശാപ്പുകാരൻ, ബുച്ചർ. ബുച്ചർ. നേരത്തെ വിശദീകരിച്ചു തന്ന സൂത്രവാക്യം ഉപയോഗിച്ച് ഐ ആം വാചകങ്ങൾ രൂപീകരിക്കുക. ഐ ആം എ ബുച്ചർ? നൗ. ഐ ആം എ കോബ്ലർ? നൗ. ഐ ആം എ മാർട്ടർ. ഐ ആം എ ഫണ്ടമെൻ്റലിസ്റ്റ്? നൗ. ഞാൻ ഒരു വ്യാപാരിയാണ്. ഐ ആം എ മെർച്ചൻ്റ്? നൗ. അടുത്ത എപ്പിസോഡിൽ ആമിനോടൊപ്പം ക്രിയ ഉപയോഗിച്ച് എങ്ങനെ വാചകങ്ങൾ രൂപീകരിക്കാം എന്ന് നമ്മൾ പഠിക്കും. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ആത്മവിശ്വാസത്തോടെ എന്നോടൊപ്പം സഹയാത്രികരാകൂ. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും.